ചാച്ചി കഴിച്ചാൽ നമുക്ക് നല്ല ടേസ്റ്റ് ഉള്ള വടയാ. ഇന്നൊന്ന് വടയാണ്, ഇത് നല്ല വടയാണല്ലോ. ഉഴുന്നുവട അല്ലല്ലോ ഇത്. അല്ല, ഇത് ഒരു സ്പെഷ്യൽ വട എന്റെ അമ്മ ഉണ്ടാക്കിയ റവ വട. ഓ, റവ കൊണ്ടുണ്ടാക്കിയാണോ? നല്ല ടേസ്റ്റ് ആണല്ലോ ഇത്. ഉഴുന്നുവട പോലെ അല്ല, ഇത് എത്ര ആണെങ്കിലും തിന്നാൻ പറ്റും. മന്തിന്റെയും കുഴപ്പമില്ല, നല്ലതല്ലേ. അപ്പൊ ഇത് അമ്മ ഉണ്ടാക്കിയതാണോ? എപ്പോ? അത് ശരി, സൂപ്പറാണല്ലോടാ. എന്നാ ഇത് നിനക്ക് നീ എടുത്തതിന് നല്ലതല്ലേ? എങ്ങനെയുണ്ട്? അപ്പൊ ഞാൻ അത് മുഴുവൻ ഇപ്പം തിന്ന് തീർക്കുമെന്ന് തോന്നും. ഞാൻ തിന്നും, രണ്ടുമൂന്നെണ്ണം ഞാൻ തിന്നാൻ പോവാം. നല്ല ടേസ്റ്റ് ആട്ടോ. ഹലോ എവരിവൺ, വെൽക്കം ടു ചിന്നു സ്വീറ്റ്സ് ആൻഡ് സ്പൈസി വേൾഡ്. അപ്പൊ നമുക്ക് അമ്മയോട് ചോദിച്ചുണ്ടാക്കി നോക്കിയാലോ? അപ്പൊ നമ്മള് ക്രിസ്പി ആയിട്ടുള്ള റവടയാണ് തയ്യാറാക്കുന്നത്. പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ, നല്ല എളുപ്പമാണ്. അപ്പൊ ഞാനിവിടെ 2 കപ്പ് വെള്ളം ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. 2 കപ്പ് വെള്ളത്തിലേക്ക് നമ്മളിനി കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാൻ പോവാണ്. ഈ വെള്ളത്തിലേക്ക് ആദ്യം തന്നെ ഞാൻ 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഉപ്പ് നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് ചേർത്ത് കൊടുക്കണം. ഇപ്പൊ 1 ടീസ്പൂണാണ് ഞാൻ ഇത് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി ചേർത്ത് കൊടുക്കുകയാണ്. ഇതൊന്നും ഞാൻ വഴറ്റുന്നൊന്നുമില്ല, ഈ വെള്ളത്തിലേക്ക് തന്നെ തിളച്ച് വന്നപ്പോൾ അതിലേക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കുകയാണ്. ആ കൂടെ നല്ല നൈസായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള, കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള കരിവേപ്പില, അത് ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂണിന് അത്രയ്ക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം മല്ലിയില, ഓക്കെ, അത് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ ഒരു ടീസ്പൂണ് ചില്ലി ഫ്ലേക്സ് കേട്ടോ, 1 ടീസ്പൂൺ ചേർക്കുന്നുള്ളൂ. എരിവിനനുസരിച്ച് അതും ചേർക്കാം. ഇപ്പം ഞാൻ 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുകയാണ്. ആ കൂടെ ഇപ്പം ഞാൻ 1 ടീസ്പൂൺ മാത്രം ചേർത്ത എന്താണെന്ന് വെച്ചാൽ ഒരു ചെറിയ പച്ചമുളക്, ഓക്കെ, ഒരു ചെറിയ പച്ചമുളക് ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. പക്ഷേ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാനായിട്ട്. ഇപ്പം ഞാനൊരു പച്ചമുളകിൻ്റെ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ വടയൊക്കെ ഉണ്ടാക്കുമ്പം പച്ചമുളകാണ് ചേർക്കുക, ചില്ലി ഫ്ലേക്സ് സാധാരണ ചേർക്കാറില്ല. ഇതൊരു വെറൈറ്റിക്ക് നമ്മൾ ചേർത്തു എന്നുള്ളതേ ഉള്ളൂ. ഇപ്പം അത് നന്നായിട്ട് അങ്ങ് തിളയ്ക്കുന്നുണ്ട്. ആ സമയത്ത് അതിലേക്ക് ഞാൻ 1 കപ്പ്, ഇപ്പം 2 കപ്പ് റവയാണ് നമ്മൾ 2 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അതിന് 1 കപ്പ്, ആ കപ്പിന് അതിന് 1 കപ്പ് റവ അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. സൂചി റവയാണ്, അത് ഞാൻ ഫ്രൈ ചെയ്തിട്ടൊന്നുമില്ല, ഞാൻ അതിനങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പം തന്നെ നല്ലൊരു ഫ്ലേവറൊക്കെ വരുന്നുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ അത് റവ ഒന്ന് ഇട്ട് ഇളക്കി കൊടുത്തു. ഈ സമയത്ത് ഞാൻ ഫ്ലെയിം ലോയിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ഫ്ലെയിം ഒന്നും ആക്കി വെക്കരുത്, അപ്പം വെള്ളം പെട്ടെന്ന് വറ്റിപ്പോയിട്ട് നമുക്ക് അതിനെ നല്ല രീതിയിൽ കുഴച്ചെടുക്കാൻ പറ്റിയല്ല. ഈ സമയത്ത് ഞാൻ ഒരു കുഞ്ഞ് സവോള, ഒത്തിരി ഒന്നുമില്ല, ഒരു ചെറിയ സവോള ചെറിയതായിട്ട് സ്ക്വയറായിട്ട് നുറുക്കില്ലേ, അങ്ങനത്തെ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഓപ്ഷണലാണ്, അത് ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് ആയിരിക്കും. പക്ഷെ അത് നമ്മളിപ്പോൾ സാധാരണ ഞാനിത് ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇതിനെ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത്, അത് ഫ്ലെയിം ലോയിൽ ഇട്ടിട്ടാണ് കേട്ടോ. അപ്പോൾ എന്നിട്ട് നന്നായിട്ട് ഒരു എന്താ പറയുക, മാവിൻ്റെ ഒക്കെ പരുവത്തിലേക്ക് ആവുന്നവരെ നന്നായിട്ട് കുഴച്ച് ചേർത്തെടുക്കാം. പിന്നെ ഏകദേശം ഒരു മിനിറ്റ് കൂടി ലോ ഫ്ലെയിമിൽ നമ്മളൊന്ന് മിക്സ് ചെയ്ത് ഇതാക്കി എടുത്തപ്പം വെള്ളം വറ്റിയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ ഞാൻ ഒരു ബൗളിലേക്ക് മാറ്റുകയാണ് കേട്ടോ. വെള്ളം തിളച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഓരോ ഇൻഗ്രീഡിയൻസ് ചേർക്കുന്ന സമയത്ത് ഫ്ലെയിം ഒരിക്കലും കൂട്ടി വെക്കരുത്. പിന്നെ ലോ ഫ്ലെയിം മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ കേട്ടോ. ഫ്ലെയിം കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് റവയാണ് വെള്ളം വറ്റി എന്താ പറയുക, മോശമായിട്ട് വരും, അതായത് കരിഞ്ഞൊക്കെ പോവും. അതുകൊണ്ട് ആ പരുവത്തില്ല. ഇപ്പം നമ്മളിത് പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിപ്പം നമ്മൾ നല്ലോണം അങ്ങ് കുഴയ്ക്കാൻ പോവാണ് കേട്ടോ. ആ സമയത്ത് നമ്മൾ ഇതിലേക്ക് ഒരു 2 ടീസ്പൂണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം കുഴച്ചെടുക്കുക. ഇപ്പൊ തന്നെ അത് മാവിന് തന്നെ നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. പിന്നെ നമ്മളിനി ഇപ്പം എന്താ ഉഴുന്നുവടക്കൊക്കെ ഷേപ്പ് ആക്കി എടുക്കുകയല്ലേ, അതുപോലെ ആക്കി എടുക്കണം. ഇത് മൊത്തം നന്നായിട്ട് കുഴക്കണം കേട്ടോ, കൈ കൊണ്ട് തന്നെ കുഴച്ചെടുക്കാം. ഞാനിപ്പോൾ ഇത് അല്ലാതെ കുഴച്ചു എന്നുള്ളതേ ഉള്ളൂ. നന്നായിട്ട് മിക്സ് ചെയ്ത് കുഴയ്ക്കുക. ലേശം എണ്ണ എടുത്തിട്ട് നേരത്തെ പറഞ്ഞ പോലെ അത് കൈ കൊണ്ട് തന്നെ നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുന്നതാണ് കേട്ടോ നല്ലത്. അപ്പം എല്ലാം നന്നായിട്ട് മിക്സായി കിട്ടും. അതിപ്പം ഒരു ഉരുള ആക്കി എടുത്തിട്ടുണ്ട്. അതിന് നമ്മൾ ഇനി എന്താ പറയുക, ഇങ്ങനെ നല്ല ഷേപ്പിൽ ഇങ്ങനെ ആക്കിയിട്ട് നമ്മൾ ഉഴുന്നുവടക്കൊക്കെ കൊടുക്കുന്നത് നടുക്കൊരു ഹോളൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ എല്ലാത്തിനെയും ചെയ്തിട്ട് എടുത്ത് വെക്കാം. ഇതെല്ലാം നമ്മൾ ഷേപ്പിലാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു പാൻ ചൂടാവാനായിട്ട് വെക്കാം കേട്ടോ.
പാനിലേക്ക് നമുക്ക് വറുക്കാൻ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. എണ്ണ ചൂടായിട്ടുണ്ട്, അപ്പൊ അതിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക്. നല്ല ടേസ്റ്റ് ഉള്ള നല്ല എന്താ പറയാ റവ കൊണ്ടുള്ള വട തയ്യാറായിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. പിന്നെ ഒരു ഇതുണ്ട്, ഞാൻ പറഞ്ഞിരുന്നു ഉള്ളി ചേർക്കുന്ന ഓപ്ഷണലാണ്, പക്ഷെ ഉള്ളി ചേർക്കുമ്പോഴാണ് അതിന്റെ ടേസ്റ്റ് കൂടുതൽ. നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷെ അതിനകത്ത് ഒരു കാര്യമുണ്ട്, അതായത് ഉള്ളി നല്ലോണം നമ്മളിങ്ങനെ കുഴച്ച് നല്ലോണം ബ്ലെൻഡ് ആക്കി എടുക്കണം. അപ്പൊ നല്ല എന്താ പറയാ മാവ് അത്രയും സോഫ്റ്റ് ആകുമ്പോഴാണ് ആ ഉള്ളിയൊക്കെ അകത്തിരിക്കുക. പുറത്ത് വന്നാൽ അത് കുറച്ച് എണ്ണയിലോട്ട് വീഴാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ നല്ലോണം എന്താ പറയുക കൈ കൊണ്ട് നല്ലോണം കുഴച്ചെടുത്തു കഴിഞ്ഞാൽ അത് ഓക്കെയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ ഞാൻ ആ കൂടെ ഒരു ചട്നിയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല, തേങ്ങ, ഉള്ളി, പച്ചമുളക്, പിന്നെ 2-3 പൊട്ടുകടല ചേർത്തിട്ടുണ്ട്. അത് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. പിന്നെ ആ കൂടെ എന്താ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നല്ലതുപോലെ അരച്ചെടുത്താണ്. ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ 2 മല്ലിയില കൂടി ചേർക്കാം കേട്ടോ. അപ്പൊ ഇത് നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ലാസ്റ്റ് ഈ കുറച്ച് എണ്ണ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുമുണ്ട്. ഓക്കെ, അപ്പം നല്ലൊരു സ്നാക്കാണ്, എളുപ്പമാണ് തയ്യാറാക്കാൻ, ടേസ്റ്റിയാണ്, നല്ല ക്രിസ്പിയാണ്. അതാണ് അതുപോലെ ഇത് കണ്ടോ, ഉള്ളിൽ നല്ലൊരു സോഫ്റ്റ്നെസ്സും പുറം നല്ല ക്രിസ്പി ആയിട്ടുള്ള വടയാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക്